ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാസ് ബീൻ, ഹാവ് ബീൻ. നമുക്കറിയാം ഹാസും ഹാവും പ്രസൻറ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ നമുക്ക് ഹാസ് ഉപയോഗിക്കാം. ഷീ ഹാസ്, ഇറ്റ് ഹാസ്, ഹീ ഹാസ്. ഇനി അതല്ല, സബ്ജക്റ്റായിട്ട് ഏതെങ്കിലും ഒരു സിംഗുലർ നൗൺ ആണെങ്കിൽ അവിടെയും നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഒരു പ്ലൂറൽ നൗൺ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. അപ്പോൾ ഹാസും ഹാവും പ്രസൻറ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ ഹാസ് ഉപയോഗിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അവിടെ നമ്മൾ ഹാവ് ഉപയോഗിക്കും. ഇനി നമുക്ക് ഹാസ് ബീൻ, ഹാവ് ബീൻ എവിടെ ഉപയോഗിക്കുമെന്ന് നോക്കാം. നമ്മൾ പറയുന്നതിന് മുൻപ് സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ ഹാസ് ബീൻ, ഹാവ് ബീൻ ഉപയോഗിക്കാം. അതായത് നമ്മൾ പറയുന്നതിന് മുന്നേ തുടങ്ങിയ ഒരു ആക്ഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. ഇത്തരത്തിലുള്ളൊരു ആക്ഷനെ കാണിക്കാൻ നമുക്ക് ഹാസ് ബീൻ, ഹാവ് ബീൻ ഉപയോഗിക്കാം. 1-2 എക്സാമ്പിൾസ് നോക്കാം. The babies have been sleeping for 3 hours. The babies have been sleeping for 3 hours. 3 മണിക്കൂറായി കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ്. 3 മണിക്കൂറായി കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ്. കണ്ടോ, ഇവിടെ നമ്മൾ പറയുന്നതിന് മുന്നേ കുട്ടികൾ ഉറങ്ങുന്നുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബേബീസ് എന്നത് പ്ലൂറൽ നൗൺ ആയതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു. ബേബി എന്നായിരുന്നെങ്കിൽ ഹാസ് ഉപയോഗിക്കുമായിരുന്നു. It has been raining continuously since morning. It has been raining continuously since morning. ഇതും ശ്രദ്ധിച്ചോ, രാവിലെ തുടങ്ങി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പറയുമ്പോഴും മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് ഇറ്റ് ആയതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു. രാഹുൽ ഹാസ് ബീൻ സഫറിങ് എ ലോട്ട് സിൻസ് ഹിസ് ചൈൽഡ്ഹുഡ്. രാഹുൽ ഹാസ് ബീൻ സഫറിങ് എ ലോട്ട് സിൻസ് ഹിസ് ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതൽ രാഹുൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. കുട്ടിക്കാലം മുതലേ അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും അവൻ്റെ കഷ്ടപ്പാടിന് കുറവൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുന്നതിന് മുന്നേ തുടങ്ങിയ ഒരു ആക്ഷനാണ്, പറയുന്ന സമയത്തും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹാസ് ബീൻ, ഹാവ് ബീൻ ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഇപ്പം ഈ പറഞ്ഞ എക്സാമ്പിൾസിലെല്ലാം വെർബിൻ്റെ കണ്ടിന്യൂസ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നോക്കിയേ, ഇവിടെയെല്ലാം ടൈം പറയുന്നതിന് മുന്നേ സിൻസ് അല്ലെങ്കിൽ ഫോർ എന്നീ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സിൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാനാണ്. എന്നാൽ ഫോർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാനാണ്. ഒരു പീരീഡ് ഓഫ് ടൈം. എക്സാമ്പിൾസ് നോക്കാം. സിൻസ് മൺഡേ, സിൻസ് 2000, സിൻസ് ഐ അറൈവ്ഡ്, ഫോർ 3 days, ഫോർ 10 years, ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സിൻസ് ഉപയോഗിക്കാം. പീരീഡ് ഓഫ് ടൈം ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫോർ ഉപയോഗിക്കാം. ഇനി ഇത് കൂടാതെ ചില അവസ്ഥകൾ കാണിക്കാനായി ഹാസ് ബീൻ, ഹാവ് ബീൻ ഉപയോഗിക്കാം. എക്സാമ്പിൾസ് നോക്കാം. വി ഹാവ് ബീൻ റൂംമേറ്റ്സ് ഫോർ മെനി ഇയേഴ്സ്. വി ഹാവ് ബീൻ റൂംമേറ്റ്സ് ഫോർ മെനി ഇയേഴ്സ്. ഞങ്ങൾ കുറേ വർഷങ്ങളായി റൂംമേറ്റ്സ് ആണ്. ഹി ഹാസ് ബീൻ ഹിയർ സിൻസ് ലാസ്റ്റ് ഇയർ. ഹി ഹാസ് ബീൻ ഹിയർ സിൻസ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം മുതൽ അവൻ ഇവിടെയുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോ, കണ്ടിന്യൂസ് ഫോം ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഓരോ അവസ്ഥകൾ കാണിക്കാൻ വേണ്ടിയും നമുക്ക് എന്തുപയോഗിക്കാം? ഹാസ് ബീൻ, ഹാവ് ബീൻ ഉപയോഗിക്കാം. ഇനി ഹാസ് ബീൻ, ഹാവ് ബീൻ ഉപയോഗിച്ച് നെഗറ്റീവ് ഫോം ചെയ്യാം. നെഗറ്റീവ് ഫോം ചെയ്യാനായിട്ട് ഹാസിൻ്റെയും ഹാവിൻ്റെയും കൂടെ നോട്ട് ചേർത്താൽ മതി. ഹാസിൻറ്റ്, ഹാവിൻറ്റ്. I haven't been feeling well lately. I haven't been feeling well lately. എനിക്ക് ഈയിടെയായി അത്ര സുഖമില്ല. എനിക്ക് ഈയിടെയായി അത്ര സുഖമില്ല. രാഹുൽ hasn't been attending class regularly since he got a job. രാഹുൽ hasn't been attending class regularly since he got a job. ജോലി കിട്ടിയത് മുതൽ രാഹുൽ സ്ഥിരമായി ക്ലാസ്സിൽ പോയിട്ടില്ല. ജോലി കിട്ടിയത് മുതൽ രാഹുൽ സ്ഥിരമായി ക്ലാസ്സിൽ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഹാസ് ബീൻ, ഹാവ് ബീനെ കുറിച്ചാണ്. പറയുന്നതിന് മുൻപ് ചെയ്തു തുടങ്ങിയതും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തതുമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് ഹാസ് ബീൻ, ഹാവ് ബീൻ ഉപയോഗിക്കാം.
ഇതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും. ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കണമെങ്കിൽ ആദ്യം നമുക്ക് സബ്ജക്റ്റ് എഴുതാം, പിന്നെ സബ്ജക്റ്റിനനുസരിച്ച് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എഴുതാം, വെർബിൻ്റെ കണ്ടിന്യൂസ് ഫോം എഴുതാം. കൂടുതലായും ടൈം മെൻഷൻ ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.